ഇന്ന് വൈകിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ യാദൃച്ഛികമായിട്ട് ഭയങ്കര ഹാപ്പിയുള്ളൊരു കാര്യം നടന്നു കേട്ടോ. അത് ഞാൻ പിന്നീട് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാം. അങ്ങനെ കുറേ വൈകി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു, എൻ്റെ കുറച്ച് ആവശ്യങ്ങൾ നടത്തണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വിശന്ന് വലഞ്ഞു കേട്ടോ. കാരണം ഞാൻ വിറയ്ക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയണം. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടു കേട്ടോ. കണ്ണൻ മസാലപ്പൂരിയാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയപ്പം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അവൻ പറഞ്ഞത് കുറച്ച് മസാല കൂടുതലാണെന്നാണ്, പക്ഷേ എനിക്ക് തോന്നിയില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞത് പാനിപ്പൂരി കേട്ടോ. പാനിപ്പൂരി നല്ലതായിരുന്നേ. ഒരു നോർമൽ പാനിപ്പൂരി, വാവ് എന്നൊന്നും പറയാനില്ല, പക്ഷെ നല്ല പാനിപ്പൂരിയായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞത് ദഹിപൂരി കേട്ടോ. ദഹിപൂരി എനിക്ക് ഒട്ടും പിടിച്ചില്ല കേട്ടോ. കാരണം ദഹിപൂരിയാണ് എനിക്ക് ഈ കൂട്ടത്തിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ വല്ലാണ്ട് കൊച്ചിയിൽ കഴിക്കുന്ന ദഹിപൂരി മിസ് ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ഒരു ബയ്യ ഉണ്ടായിരുന്നു. ആ ബയ്യയുടെയാണ് ദ ബെസ്റ്റ് ദഹിപൂരി. അതിനുശേഷം ലുലു മോളിൽ കിട്ടുന്ന ദഹിപൂരി അടിപൊളിയാണ് കേട്ടോ. ഇതായിരുന്നു എനിക്ക് തന്ന ദഹിപൂരി. ഇത് തൈരിന് തന്നെ ഒരു ഫ്ലേവർ ഇല്ലായിരുന്നു കേട്ടോ. തൈര് ഒരു അളിഞ്ഞ ടേസ്റ്റുള്ള തൈരായിരുന്നു. ഏത് കമ്പനിയുടെയാണെന്ന് അറിയില്ല, കൊള്ളൂലായിരുന്നു കേട്ടോ ദഹിപൂരി. വാങ്ങിച്ചല്ലോ കഴിച്ചല്ലേ പറ്റൂ എന്നൊരവസ്ഥയായിപ്പോയി കേട്ടോ. അതിന് പകരം ഒരു മസാല പൂരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നെന്ന് പിന്നീട് തോന്നി കേട്ടോ. പക്ഷേ പാനിപ്പൂരിയും മറ്റേ മസാലപ്പൂരി അടിപൊളിയായിരുന്നേ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വൈകിട്ടത്തെ വിശേഷം.